നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ശക്തമായ മഴയിൽ ഇരുനിലകളുള്ള കടമുറി കെട്ടിടം തകർന്നു വീണു. മൈനാഗപ്പള്ളിയിലാണ് സംഭവം. താഴത്തെ നില ഭൂമിക്കടിയിലേക്ക് താഴ്ന്നു. 25 ലക്ഷം രൂപയുടെ നഷ്ടം. ശക്തമായ മഴയിൽ വ്യാപക നാശം. വീടുകൾക്ക് മുകളിൽ മരം വീണു. ഇടപ്പള്ളിക്കോട്ടയിൽ ഫ്ലെക്സ് ബോർഡുകൾ വീണ് വാഹനങ്ങൾ തകർന്നു. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ അതിവേഗം വികസിക്കുന്ന പ്രദേശമാണ് അഞ്ചലെന്ന് മന്ത്രി KN ബാലഗോപാൽ. വിദേശ രാജ്യങ്ങളിലെ ആധുനിക മാർക്കറ്റുകളിൽ കാണപ്പെടുന്ന സൗകര്യങ്ങൾ അഞ്ചൽ മത്സ്യ മാർക്കറ്റിലും ലഭ്യമാകുമെന്ന് മന്ത്രി. അഞ്ചലിൽ ആധുനിക മാർക്കറ്റിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസത്തിന് ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് മന്ത്രി KN ബാലഗോപാൽ. കോളേജുകളിൽ ഡിജിറ്റൽ ക്ലാസ് റൂം ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങൾ ക്രമീകരിക്കും. കരവാളൂർ ഗവൺമെന്റ് LP സ്കൂൾ കെട്ടിടങ്ങളും വർണ്ണകൂടാരവും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. ശക്തമായ മഴയിൽ ഇരുനിലകളുള്ള കടമുറി കെട്ടിടം തകർന്നു വീണു. മൈനാഗപ്പള്ളിയിലാണ് സംഭവം. താഴത്തെ നില ഭൂമിക്കടിയിലേക്ക് താഴ്ന്നു. 25 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ശാസ്താംകോട്ട കരുനാഗപ്പള്ളി പാതയോരത്ത റെയിൽവേ ക്രോസിന് സമീപം തൈക്കാവ് മുക്കിലെ കെട്ടിടമാണ് വലിയ ശബ്ദത്തോടെ ഇടിഞ്ഞു താഴ്ന്നത്. താഴത്തെ നില പൂർണ്ണമായും ഭൂമിക്കടിയിലേക്ക് പോയി. ലക്ഷങ്ങൾ വിലയുള്ള പന്തൽ സാധനങ്ങൾ സൂക്ഷിച്ചിരുന്നത് താഴത്തെ മുറികളിലായിരുന്നു. ചെമ്പ്, ഓട്, സ്റ്റീൽ എന്നിവയുടെ വലുതും ചെറുതുമായ പാത്രങ്ങളും ഉപകരണങ്ങളും മറ്റ് സാധനങ്ങളും പൂർണ്ണമായും മണ്ണിനടിയിലായി. സംഭവ സമയം ആരും കടയിലുണ്ടായിരുന്നില്ല. മാരാരിത്തോട്ടം സ്വദേശിയായ മുരളീധരന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കെട്ടിടം. മൈനാഗപ്പള്ളി സ്വദേശി മുക്കിൽ വീട്ടിൽ സിയാദാണ് കടമുറികൾ വാടകയ്ക്കെടുത്തിരിക്കുന്നത്. പന്തൽ ഡെക്കറേഷൻ സ്ഥാപനം നടത്തുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വിവാഹം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്ക് ശേഷം ഭൂരിഭാഗം പന്തൽ സാധനങ്ങളും കടയിലാണ് സൂക്ഷിച്ചിരുന്നത്. ഒന്നും അവശേഷിച്ചിട്ടില്ല. കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ് അവിടെയുള്ളത്. 25 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായി സിയാദ് പറഞ്ഞു. റവന്യൂ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. മുകൾ നിലയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന അതിഥി തൊഴിലാളികൾ നേരത്തെ ഒഴിഞ്ഞുപോയിരുന്നു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ശക്തമായ മഴയിൽ തേവലക്കര, പന്മന പഞ്ചായത്തുകളിൽ വ്യാപക നാശം. വീടുകൾക്ക് മുകളിൽ മരം വീണു. ഇടപ്പള്ളിക്കോട്ടയിൽ ഫ്ലെക്സ് ബോർഡുകൾ വീണ് വാഹനങ്ങൾ തകർന്നു. ശക്തമായ കാറ്റിലും മഴയിലും തേവലക്കര, പന്മന ഭാഗങ്ങളിൽ വ്യാപകമായ നാശനഷ്ടമാണുണ്ടായത്. പന്മന, ഇടപ്പള്ളിക്കോട്ടയിൽ കഴിഞ്ഞ രാത്രി ശക്തമായ കാറ്റിൽ ഫ്ലെക്സ് ബോർഡുകൾ നിലംപതിച്ച് വാഹനങ്ങൾ തകർന്നു. ബൈക്കുകളും ഓട്ടോറിക്ഷയുമാണ് തകർന്നത്. ആളപായമില്ല. ഫ്ലെക്സിനടിയിൽപ്പെട്ട ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. തേവലക്കര പാലക്കൽ ശിവൻപിള്ളയുടെ വീട്ടിൽ നിന്ന് ആഞ്ഞിലിമരം സമീപ വീട്ടിലേക്ക് മറിഞ്ഞു വീണു. തെങ്ങിൽ തട്ടി മരം നിന്നതിനാൽ വീടിലേക്ക് പതിച്ചുള്ള അപകടം ഒഴിവായി. പാലക്കൽ സ്വദേശി അബ്ദുൾ അസീസിന്റെ വീട്ടിൽ നിന്ന് ആഞ്ഞിലിമരവും കടപുഴകി. വീടിന്റെ വശത്തേക്കാണ് ആഞ്ഞിലിമരം പതിച്ചത്. 9:30 അല്ല, അതിന് താഴെയാ. 8:30 മണിയൊന്നെ ആയിട്ടുള്ളൂ. അന്നേരം 8:30 മണിയാകത്തുള്ളൂ. ഭയങ്കര സൗണ്ട് കേട്ട് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ പശു കയറ് പൊട്ടിക്കാൻ തുടങ്ങി. അപ്പോൾ ലൈറ്റ് അടിച്ച് നോക്കിയപ്പോഴാ ഒരു മരം വരുന്നതായിട്ട് കണ്ടു. നെഞ്ചങ്ങ് പൊട്ടിപ്പോയി. മാടത്തിൻ്റെ പുറത്ത് വീഴുവോ പശു പുറത്ത്. ഭാഗ്യത്തിന് മാടത്തിൻ്റെ പുറത്ത് വീണില്ല. അങ്ങോട്ട് മാറി അങ്ങ് വീണ്. ചാണകവും മാടവും പോട്ടെ, വാഴത്തെങ്ങും എല്ലാം പോട്ടെ, എന്നാലും ശരി, കുഴപ്പമില്ല. എൻ്റെ പശു രക്ഷപ്പെട്ടു. അതിലെനിക്ക് സന്തോഷം. ചേന്നങ്കര കുന്നേൽമുക്ക് ഇടയിൽ റോഡിൽ മരം ഒടിഞ്ഞു വീണു. ഇതേ തുടർന്ന് ഗതാഗതം സ്തംഭിച്ചു. തേവലക്കരയിൽ നിരവധി വീടുകളുടെ മുകളിലേക്ക് മരം വീണിട്ടുണ്ട്. ഫലവൃക്ഷങ്ങൾ ഉൾപ്പെടെ ഒടിഞ്ഞു വീണു. ചിലയിടങ്ങളിൽ വൈദ്യുതി കമ്പികൾക്ക് മുകളിലേക്കും മരം വീണിട്ടുണ്ട്. ഇതേ തുടർന്ന് വൈദ്യുതി ബന്ധവും മിക്കയിടങ്ങളിലും താറുമാറായി. ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA ഉൾപ്പെടെ അപകട സ്ഥലങ്ങൾ സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, ചവറ. വീട് കയറി ആക്രമിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തയാൾ അഞ്ചൽ പോലീസിന്റെ പിടിയിൽ. വെള്ളംകുടി ബാബു എന്ന് വിളിക്കുന്ന ബാബുവാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. ഇയാൾ മോഷണക്കേസിൽ ഉൾപ്പെടെ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. അയൽവാസിയെ വീട് കയറി ആക്രമിക്കുകയും ഡീസൽ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്ത കേസിലാണ് മണക്കോട് മരുതിവിളപ്പുത്തൻ വീട്ടിൽ വെള്ളംകുടി ബാബു എന്ന് വിളിക്കുന്ന ബാബുവിനെ പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. നിരവധി മോഷണക്കേസുകളിൽ പ്രതിയായ ഇയാൾ
വീട്ടിലെത്തുന്നത് പോലീസിനെ അറിയിക്കുന്നു എന്നാരോപിച്ചായിരുന്നു അയൽവാസിയായ മണക്കോട് ചരുവിള വീട്ടിൽ വിമലയുടെ വീട്ടിൽ അക്രമം നടത്തിയത്. കന്നാസിൽ ഡീസലുമായി വീട്ടിലെത്തിയ ബാബു വീടിനുള്ളിൽ ഡീസൽ ഒഴിക്കുകയും കത്തിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. വീട്ടുകാർ പോലീസിൽ വിവരം അറിയിച്ചു. ഏരൂർ CI പുഷ്പകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഭാരതീപുരത്തു നിന്നുമാണ് ബാബുവിനെ കസ്റ്റഡിയിലെടുത്തത്. വീട് കയറിയുള്ള അക്രമം, വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഇയാൾക്കുമേൽ ചുമത്തിയിട്ടുള്ളത്. സമീപത്ത് നടന്ന ഏതെങ്കിലും മോഷണ കേസുകളിൽ ഇയാൾക്ക് പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ അതിവേഗം വികസിക്കുന്ന പ്രദേശമാണ് അഞ്ചലെന്ന് മന്ത്രി KN ബാലഗോപാൽ. വിദേശ രാജ്യങ്ങളിലെ ആധുനിക മാർക്കറ്റുകളിൽ കാണപ്പെടുന്ന സൗകര്യങ്ങൾ അഞ്ചൽ മത്സ്യ മാർക്കറ്റിലും ലഭ്യമാകുമെന്ന് മന്ത്രി പറഞ്ഞു. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പുതുതായി നിർമ്മിക്കുന്ന അഞ്ചൽ ആധുനിക മത്സ്യ മാർക്കറ്റിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു KN ബാലഗോപാൽ. കിഫ്ബിയുടെ മാർക്കറ്റ് വികസന ഫണ്ടിൽ നിന്നും 5 കോടി രൂപ അഞ്ചൽ മത്സ്യ മാർക്കറ്റിന്റെ വികസനത്തിനായി വകയിരുത്തിയിട്ടുണ്ട്. 1 വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തീകരിക്കും. മാംസ സംസ്കരണം, ശീതീകരണ സംവിധാനങ്ങൾ, മാലിന്യ സംസ്കരണത്തിന് പ്രത്യേക സംവിധാനം എന്നിവയാണ് പുതിയ മത്സ്യ മാർക്കറ്റിൽ ഒരുങ്ങുന്നത്. അഞ്ചലിന്റെ പല ഭാഗത്തായി പുതിയ റോഡുകളും പാലങ്ങളും വരികയാണ്. ആയൂർ അഞ്ചൽ റോഡ് വികസനത്തിനായി 120 കോടി രൂപ വകയിരുത്തിയതായും അഞ്ചൽ ആധുനിക മത്സ്യ മാർക്കറ്റിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ബൈപ്പാസിന്റെ തുടർ വികസനം അഞ്ചലിലെ ഗതാഗത പ്രശ്നത്തിന് പരിഹാരമാകുമെന്നും പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസ് നിർമ്മാണത്തിന് 3 കോടി അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. മാർക്കറ്റ് പണം അടയ്ക്കേണ്ട എന്നൊരു എക്സംഷൻ കൊടുത്തു. കുറച്ച് മാർക്കറ്റുകൾക്ക് അത് കൊടുത്തു. അത് 5 കോടി രൂപയുടെ പണം അടയ്ക്കുക എന്ന് പറഞ്ഞാൽ ഉണ്ടാവുന്ന ബാധ്യത നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അത് അടയ്ക്കാതെ ഒരു മാർക്കറ്റാണ് കിട്ടിയത്. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും കിട്ടിയിട്ടില്ല. അപ്പോൾ ഏറ്റവും നന്നായിട്ട് ആധുനിക സൗകര്യത്തോടു കൂടിയാണ് തീരദേശ വികസന കോർപ്പറേഷൻ ചെയ്തിരിക്കുന്ന മാർക്കറ്റുകളൊക്കെ ഞാൻ കണ്ടത് വെച്ചിട്ട് യൂറോപ്യൻ അല്ലെങ്കിൽ ഗൾഫിലും ഒക്കെയുള്ള ഫിഷ് മാർക്കറ്റുകളെ പോലെ ഏറ്റവും ആധുനിക സൗകര്യവും അവിടെ ഫ്രീസർ സൗകര്യവും അവിടുത്തെ ഈ വേസ്റ്റ് അതിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റിനുള്ള പ്രത്യേക പ്ലാന്റും സഹിതമാണ് ഈ മാർക്കറ്റ് വരുന്നത്. അപ്പം അത് നമ്മുടെ ജീവിത നിലവാരത്തെ തന്നെ കുറച്ചേറെ സഹായിക്കും. അത് മാറ്റാൻ ഇപ്പോഴത്തെ ഉള്ള അസൗകര്യങ്ങളും ദുർഗന്ധവും ഒക്കെ മാറ്റാൻ. ഞാനിന്ന് ശക്തികുളങ്ങളിൽ പോയിരുന്നു. നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് നല്ല മാർക്കറ്റാണെങ്കിൽ, നല്ല സൗകര്യങ്ങളാണെങ്കിലാണ് താല്പര്യം, അല്ലെങ്കിൽ സംശയമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം പറയാനാണ്. ശക്തികുളങ്ങളിൽ പോയത് ഈ കടലിലെ മത്സ്യം ഇപ്പോൾ ഒരു കപ്പലപകടം ഉണ്ടായി കെമിക്കൽ വന്നിട്ട് മത്സ്യമൊക്കെ കെമിക്കൽ ഉള്ളതാണെന്ന് പറഞ്ഞാൽ ആൾ 2-3 ദിവസമായിട്ട് മീൻ മേടിക്കുന്ന കുറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അവിടുത്തെ മത്സ്യബോട്ടുടമകളും മത്സ്യത്തൊഴിലാളികളും മത്സ്യപ്പെട്ടും എല്ലാം ചേർന്നിട്ട് കടലിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന മീൻ കറി വെച്ച് വറുത്ത് ഒന്ന് കഴിക്കുന്ന ഒരുമിച്ച് ഒരു പരിപാടി ഉണ്ടായിരുന്നു. കാരണം ഇതൊന്നും ഒരു കുഴപ്പമുള്ളതല്ലാന്നാണെന്ന് അറിയുമല്ലോ. PS സുബാൽ MLA അധ്യക്ഷത വഹിച്ചു. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി, വൈസ് പ്രസിഡന്റ് KC ജോസ്, ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കടൽക്ഷോഭത്തിൽ നാശനഷ്ടം. കായംകുളം പുഴയുടെ വടക്കേക്കരയിലാണ് സംരക്ഷണ ഭിത്തി തകർന്നത്. ഇവിടെ സംരക്ഷണ ഭിത്തി പുനർനിർമ്മിച്ചില്ലെങ്കിൽ ശക്തമായ കടൽക്ഷോഭത്തെ നേരിടേണ്ടി വരും. കായംകുളം പുഴയുടെ വടക്കേക്കരയിൽ വലിയജീക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ കൽക്കെട്ടുകളാണ് തകരുന്നത്. ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്തിന്റെ തെക്കുകിഴക്കേ മൂലഭാഗത്താണ് കടൽക്ഷോഭത്തിൽ കായലിനോട് ചേർന്നുള്ള കൽക്കെട്ടുകൾ ഉൾപ്പെടെ തകരുന്നത്. നേരത്തെ VS അച്യുതാനന്ദൻ മന്ത്രിസഭയുടെ കാലത്ത് ഇവിടെ കടൽ കയറ്റമുണ്ടായപ്പോൾ സർക്കാർ കെട്ടിയ കൽഭിത്തിയും കിഴക്കുഭാഗത്ത് സ്വകാര്യ വ്യക്തി കെട്ടിയ കൽഭിത്തിയും കഴിഞ്ഞ ദിവസമുണ്ടായ കടൽക്ഷോഭത്തിലാണ് ഭാഗികമായി തകർന്നത്. അടിയന്തരമായി ഈ ഭാഗത്ത് കൽഭിത്തി പുനർനിർമ്മിച്ചില്ലെങ്കിൽ വീടുകളും കടകളും ഒപ്പം സ്കൂളും കടൽ കയറ്റ ഭീഷണി നേരിടുന്ന സാഹചര്യമുണ്ടാകും. ന്യൂസ് ബ്യൂറോ, കായംകുളം. പൊതുവിദ്യാഭ്യാസത്തിന് ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് മന്ത്രി KN ബാലഗോപാൽ. കോളേജുകളിൽ ഡിജിറ്റൽ ക്ലാസ് റൂം ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങൾ ക്രമീകരിക്കാൻ കിഫ്ബി 250 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. കരവാളൂർ ഗവൺമെന്റ് LP സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെയും നവീകരിച്ച പഴയ കെട്ടിടത്തിന്റെയും വർണ്ണക്കൂടാരത്തിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി.
കരവാളൂർ ഗവൺമെന്റ് LP സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെയും നവീകരിച്ച പഴയ കെട്ടിടത്തിന്റെയും ഉദ്ഘാടനം മന്ത്രി KN ബാലഗോപാൽ നിർവഹിച്ചു. വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിലെ സർവകലാശാലകൾ മികച്ച റാങ്കിംഗ് നേടുകയാണെന്നും സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കാൻ വിവിധ പദ്ധതികൾ നടപ്പാക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. കരവാളൂർ LP സ്കൂളിൽ പുതിയ കെട്ടിടം 2 കോടി രൂപയ്ക്കാണ് നിർമ്മിച്ചത്. ഹാബിറ്റാറ്റിനായിരുന്നു നിർമ്മാണ ചുമതല. സാധാരണ സ്കൂൾ കെട്ടിടങ്ങളിൽ നിന്നും വിഭിന്നമാണിത്. വിശാലമായ സ്മാർട്ട് ക്ലാസ് മുറികളും കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളും അടുക്കളയും വലിയ മുറ്റവും പ്രത്യേകതകളാണെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. അപ്പോൾ കുട്ടികളെ അവിടേക്ക് നല്ല സ്കൂളുകളിലേക്ക് കൊണ്ടുവിടാൻ രക്ഷകർത്താക്കൾ നിർബന്ധപൂർവ്വം അവർക്ക് അവിടെ വേണം അഡ്മിഷൻ എന്ന് വിചാരിക്കുന്ന രക്ഷകർത്താക്കളുണ്ട്. അങ്ങനെ നല്ല സ്കൂളുകൾ എന്ന നിലയിലേക്ക് കൊണ്ടുവരുന്നതിന് നാട്ടുകാരുടെ വലിയ പങ്കുണ്ട്. അവിടെ ആണ് ജനപ്രതിനിധികളെല്ലാം ആ പങ്ക് വഹിക്കുന്നുണ്ട്. എല്ലാവരും ചേർന്ന് നടത്തിയ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ടെന്ന് ആഗ്രഹിക്കുന്നു. ഇവിടെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനകത്തൊക്കെ എല്ലാ കാര്യങ്ങളിലും അത്തരം സൗകര്യങ്ങളും പിന്തുണയും എല്ലാം ഞങ്ങളുടെ എല്ലാ ഭാഗത്തു നിന്നുണ്ടാവും. MLA വളരെ സജീവമായ കാര്യത്തിലുണ്ട്, ഗവൺമെൻറ് അക്കാര്യത്തിലുണ്ട്. ഞാനും വ്യക്തിപരമായി അത്തരം കാര്യങ്ങൾക്കെല്ലാം താല്പര്യവും ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് PS സുബാൽ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ K ഷാജി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി, കരവാളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K യോഹന്നാൻകുട്ടി, SMC ചെയർമാൻ R അജിത് കുമാർ, കൊല്ലം DDE K ലാൽ, അഞ്ചൽ AEO A ജാഫറുദ്ദീൻ, പ്രഥമാധ്യാപിക K പ്രീത തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ശക്തമായ കാറ്റിൽ കുണ്ടറയിലും പരിസര പ്രദേശങ്ങളിലും വ്യാപക നാശം. മരങ്ങൾ കടപുഴകി വൈദ്യുതി തൂണുകൾ ഒടിഞ്ഞു. വൈദ്യുതി ബന്ധം താറുമാറായി. ശക്തമായ കാറ്റിൽ കുണ്ടറയിലും പരിസര പ്രദേശങ്ങളിലും വ്യാപകമായ നാശനഷ്ടമാണ് ഉണ്ടായത്. മരങ്ങൾ കടപുഴകി വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു. വൈദ്യുതി ബന്ധം താറുമാറായി. തൃപ്പലഴികം ബസേലിയ ഓർത്തഡോക്സ് പള്ളിക്ക് സമീപം തെക്കുഭാഗത്ത് മരം ഒടിഞ്ഞു വീണു. ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു. പള്ളിമുക്ക് തണ്ണിക്കോട് ഉരിഹരിക്കുന്ന് കശുവണ്ടി ഫാക്ടറിക്ക് സമീപം തേക്കുമരം കടപുഴകി വൈദ്യുതി കമ്പിക്ക് മുകളിൽ വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഇടിമുക്ക് കരീപ്ര റോഡിൽ ആഞ്ഞിലിമരം കടപുഴകി റോഡിന് കുറുകെ വീണ് ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു. റേഡിയോ മുക്ക് അമ്പിപ്പൊയ്ക റോഡിൽ ഞാലിയോട് പാൽ സൊസൈറ്റിക്ക് സമീപം മരം വീണ് 7ഓളം വൈദ്യുതി പോസ്റ്റുകൾ ചരിഞ്ഞു. റോഡിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. വീടുകളിൽ നിന്നും റബ്ബർ ഷീറ്റുകളും ഗൃഹോപകരണങ്ങളും മോഷ്ടിച്ച പ്രതികൾ പിടിയിൽ. വെളിനല്ലൂർ കരിങ്ങന്നൂർ സ്വദേശികളായ ആരോമൽ, ചന്തു, മനോജ്, അഖിൽ എന്നിവരെയാണ് പൂയപ്പള്ളി പോലീസ് പിടികൂടിയത്. നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് സാഹസികമായി പോലീസ് ഇവരെ പിടികൂടിയത്. പകൽ സമയങ്ങളിൽ സംഘം ചേർന്ന് ചൂണ്ടയിട്ട് മീൻപിടുത്തവും രാത്രികാലങ്ങളിൽ മോഷണവുമാണ് ഇവരുടെ തൊഴിലെന്ന് പോലീസ് പറഞ്ഞു. ഓയൂർ, കരിങ്ങന്നൂർ പ്രദേശങ്ങളിൽ മോഷണം നടത്തിവരവെയാണ് പോലീസ് ഇവരെ പിടികൂടിയത്. കരിങ്ങന്നൂർ താന്നിമൂട് സ്വദേശികളുടെ പരാതിയിലായിരുന്നു അറസ്റ്റ്. താന്നിമൂട് ഹിൽക്രിസ്റ്റിൽ അജയകുമാറിന്റെ വീടിന്റെ ഓട് പൊളിച്ച് ഉള്ളിൽ കടന്ന മോഷ്ടാക്കൾ TV, മിക്സി, അലുമിനിയം പാത്രങ്ങൾ എന്നിവ മോഷ്ടിച്ചിരുന്നു. പ്രതികളെക്കുറിച്ച് വീട്ടുകാർ നൽകിയ സൂചനകൾ അനുസരിച്ചാണ് പോലീസ് ആദ്യം അന്വേഷണം നടത്തിയത്. എന്നാൽ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞില്ല. ഒടുവിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയായിരുന്നു. മോഷണ വസ്തുക്കൾ വിറ്റുകിട്ടുന്ന പണം ഉപയോഗിച്ച് ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു ഇവർ. പകൽ സമയങ്ങളിൽ ഇത്തിക്കരയാറിന്റെ ആളൊഴിഞ്ഞ പ്രദേശത്ത് വിശ്രമിക്കാനെത്തുമെന്ന രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് മീൻപിടുത്തക്കാരുടെ വേഷത്തിൽ ഇവിടെ എത്തുകയായിരുന്നു. ഇവിടെ ആളുകൾ മീൻ പിടിക്കാൻ എത്തുമായിരുന്നതിനാൽ മോഷ്ടാക്കൾക്ക് സംശയം തോന്നിയില്ല. ആറ്റിരമ്പിൽ വിശ്രമിക്കാനെത്തിയ ഇവരെ പോലീസ് സാഹസികമായി ബലപ്രയോഗത്തിലൂടെയാണ് പിടികൂടിയത്. ഇവരെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മസ്ജിദിൽ മോഷണം. ചവറ ചോല ജീലാനി മസ്ജിദിലാണ് മോഷണം നടന്നത്. 12 ടാപ്പുകളാണ് മോഷ്ടാക്കൾ കവർന്നത്. 12,000 രൂപയുടെ നഷ്ടമുണ്ടായതായി മസ്ജിദ് പരിപാലന കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. പട്ടാപ്പകലാണ് ചവറ ചോല ജീലാനി മസ്ജിദിൽ മോഷണം നടന്നത്. വ്യാഴാഴ്ച രാവിലെ 11-നും ഉച്ചയ്ക്ക് 12-നും ഇടയിലായിരുന്നു മോഷണം. 12 ടാപ്പുകളാണ് ഇവിടെ നിന്നും കവർന്നത്. ഒരു ടാപ്പിന് 1,200 രൂപ വില വരുമെന്നും 12,000 രൂപയുടെ നഷ്ടമുണ്ടായതായും മസ്ജിദ് പരിപാലന കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. നമ്മുടെ പള്ളിയിൽ വാട്ടർ ടാപ്പുകൾ 12 ടാപ്പുകളാണ് നമുക്ക് 11-നും 12-നും ഇടയിലായിട്ട് ഇന്ന് രാവിലെ മോഷണം പോയിരിക്കുകയാണ്. നമുക്കായിട്ട് നമ്മൾ കേസ് കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഇത് ഇന്ന് ലുഹറിന് മുമ്പായിട്ട് ഇവിടെ നമസ്കാരത്തിന് ആളുകൾ വരുമ്പോഴാണ് ശ്രദ്ധയിൽപ്പെടുന്നത്.
സമയത്ത് അതിന് മുന്നാട്ടുള്ള സമയത്താണ് ഈ മോഷണം പോയിരിക്കുന്നത്. നമുക്കൊരു ടാപ്പിന് 1150 രൂപ വില വരുന്നതാണ് ജോൺസൻ്റെ ടാപ്പ്. ഇത് പള്ളിയായിട്ട് ബന്ധപ്പെട്ടതിനെക്കുറിച്ച് അറിയാവുന്നവരാണ് ഇത് ചെയ്തിരിക്കുന്നതിനാണ് സംശയം. കാരണം എന്ന് പറഞ്ഞാൽ മേളത്തെ മെയിൻ വാട്ടറിൻ്റെ കണക്ഷൻ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇവിടെ വന്ന് ഈ ടാപ്പ് ഊരിയിരിക്കുന്നത്. നേരത്തെ ഇതുപോലെ നമ്മൾ പണി നടക്കുന്ന സമയങ്ങളിലൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എങ്കിലും നമ്മളത് വലിയ വിഷയമാക്കിയിട്ടില്ല. പക്ഷേ നമുക്ക് ഏതാണ്ട് 10-15,000 രൂപ അടുത്ത് ഇപ്പോൾ ഒറ്റയടിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഉച്ചയ്ക്ക് നമസ്കാരത്തിനെത്തിയപ്പോഴാണ് ടാപ്പുകൾ നഷ്ടമായ വിവരം അറിഞ്ഞത്. നമസ്കാരത്തിന് മുമ്പ് അംഗശുദ്ധി വരുത്തുന്നതിനായി സ്ഥാപിച്ചിരുന്ന ടാപ്പുകളാണ് മോഷണം പോയത്. ന്യൂസ് ബ്യൂറോ, ചവറ. പ്രധാന വാർത്തകൾ വീണ്ടും. ശക്തമായ മഴയിൽ ഇരുനിലകളുള്ള കടമുറി കെട്ടിടം തകർന്നു വീണു. മൈനാഗപ്പള്ളിയിലാണ് സംഭവം. താഴത്തെ നില ഭൂമിക്കടിയിലേക്ക് താഴ്ന്നു. 25 ലക്ഷം രൂപയുടെ നഷ്ടം. ശക്തമായ മഴയിൽ വ്യാപക നാശം. വീടുകൾക്ക് മുകളിൽ മരം വീണു. ഇടപ്പള്ളിക്കോട്ടയിൽ ഫ്ലെക്സ് ബോർഡുകൾ വീണ് വാഹനങ്ങൾ തകർന്നു. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ അതിവേഗം വികസിക്കുന്ന പ്രദേശമാണ് അഞ്ചലെന്ന് മന്ത്രി KN ബാലഗോപാൽ. വിദേശ രാജ്യങ്ങളിലെ ആധുനിക മാർക്കറ്റുകളിൽ കാണപ്പെടുന്ന സൗകര്യങ്ങൾ അഞ്ചൽ മത്സ്യ മാർക്കറ്റിലും ലഭ്യമാകുമെന്ന് മന്ത്രി. അഞ്ചലിൽ ആധുനിക മാർക്കറ്റിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസത്തിന് ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് മന്ത്രി KN ബാലഗോപാൽ. കോളേജുകളിൽ ഡിജിറ്റൽ ക്ലാസ് റൂം ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങൾ ക്രമീകരിക്കും. കരവാളൂർ ഗവൺമെന്റ് LP സ്കൂൾ കെട്ടിടങ്ങളും വർണ്ണകൂടാരവും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.